ഹലോ ഗെയ്സ്, ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നെത്തോലി മീനാണ്. പല സ്ഥലത്തും പല പേര് പറയും, നെത്തലെന്ന് പറയും, ഓരോ സ്ഥലത്ത് ഓരോ രീതിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നെത്തോലി ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് തലയും പാലൊക്കെ കളഞ്ഞ് അതൊന്ന് ഉരവി ശകല ഉപ്പിട്ട് ഞാനൊന്നത് കഴുകി അത് വൃത്തിയാക്കി വെച്ച് 1/2 കിലോ നെത്തോലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കറി വയ്ക്കാം. അതിന് തേങ്ങ അരച്ച് കറി വയ്ക്കാം. അരമുറി തേങ്ങ, മുളക് പൊടി ആവശ്യത്തിന് ഒരു 1/4 സ്പൂൺ. എപ്പോഴും നെത്തോലിക്ക് നമ്മൾ എരി കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. കൊച്ചുള്ളി ഒരു 3 എണ്ണം, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകല ഉലുവപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്നത് അരച്ചെടുക്കാം. പുളി വെള്ളത്തിലിട്ട് ഞാൻ വെച്ച്. തക്കാളിക്ക് 2 എണ്ണം, പച്ചമുളക് 3, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, സവാളയുടെ ഒരു കണ്ടം. നമുക്കിതിന് അരപ്പൊന്നരച്ചെടുക്കാം. അടുപ്പ് പറ്റിച്ച് നമുക്ക് ചട്ടി അതിൽ കഴുകി നമ്മൾ വെച്ച് നമുക്കിനി ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ വീത്താം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി നമുക്കതിൽ ശകലം ഉലുവ ഇടാം. ഉലുവപ്പൊടി ഞാൻ ശകലം അരപ്പിൽ ഇട്ടിട്ടുണ്ട്, തിപ്പൂല ഇട്ടോളൂ. കടുകിട്ട് കടുക് പൊട്ടിയിട്ട് നമുക്ക് കറിവേപ്പില ഇടാം. കടുക് പൊട്ടി ഉലുവ മൂത്ത് ഇനി നമുക്കതിൽ കറിവേപ്പില ഇടാം. ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും മൂക്കട്ട്. ഒരു 3 പച്ചമുളക് ഇടാം. സവാള അരിഞ്ഞ് വെച്ചത്, തക്കാളിക്ക അതൊന്ന് വാടട്ടെ. പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്കിടാം, കുറച്ചിടാം. പാകത്തിന് ഉപ്പ്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് വീട്ടാം. നമുക്ക് പുളിയും കൂടെ പിഴിഞ്ഞ് വീട്ടാം. പുളി നമുക്ക് ആവശ്യത്തിന്, ഓരോരുത്തർക്ക് അതനുസരിച്ച്. ഇനി നമുക്ക് അരപ്പ് അടച്ചു വെച്ച് തിളക്കട്ടെ. നെത്തോലി കറിയിൽ നമ്മൾ മുരിങ്ങയ്ക്ക ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ മുരിങ്ങയ്ക്ക ഇടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മുരിങ്ങയ്ക്ക ഇടുന്നില്ല. അരപ്പ് തിളച്ച് അപ്പോൾ നമുക്ക് ഈ 1/2 കിലോ നെത്തോലി അതിലിട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നെത്തോലിയൊക്കെ ഇട്ട് നമുക്കൊന്നത് ഇളക്കി വെച്ച് നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. ശകല ഉപ്പ് കുറവ്, അപ്പോൾ ഒത്തുകൂടെ ഉപ്പിടാം. അങ്ങനെ ഞങ്ങളെ വീട്ടാവശ്യത്തിന് വേവിച്ചതാണ് 1/2 കിലോ നെത്തോലി കറി വെച്ചത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.